എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 വർഷമായിട്ട് ഓൺലൈൻ വഴി ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? ശരിക്കും ആ ഒരു തട്ടിപ്പിൻ്റെ രീതി കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതായത് ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാൻ പറ്റുമോ? തട്ടിച്ച് ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്. ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, കോടികളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരുപാട് പേരുടെ, നിലവിൽ ഏകദേശം 70ഓളം ആൾക്കാരുടെ പൈസയാണ് ഈ സ്കാമർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണുക. കാരണം OLX വഴിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. OLX വഴി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ തട്ടിപ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആരും ഇത്തരം ഒരു തട്ടിപ്പിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് കാണുക. എനിക്ക് ഒരു 3 പ്രാവശ്യമൊക്കെ തട്ടിപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് OLX വഴിയല്ല, അല്ലാത്തുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ്. ഒരു 1500 രൂപ, പിന്നെ ഒരു 3300 രൂപ, പിന്നെ ഒരു 3000 രൂപ, അങ്ങനെ 3 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. ആ കഥ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഇത് ഇൻഫ്ലുവൻസറായ അരുൺ സ്മോക്കിക്ക് കിട്ടിയൊരു പണിയാണ്. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് അരുൺ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ വിവരങ്ങൾ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ തട്ടിപ്പ് നടത്തിയ ഒരാളുടെ ഏകദേശ രൂപം അരുണ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ തട്ടിപ്പിൻ്റെ രീതി ഞാൻ പറഞ്ഞല്ലോ, OLX വഴിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. വാങ്ങാൻ വരുന്നവനെയും വിൽക്കാൻ വെച്ചേക്കുന്നവനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നടുക്ക് നിൽക്കുന്നവൻ കാശ് അടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ നടക്കുന്ന പരിപാടി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായ രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിതിൽ ആ വാർത്ത ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. സിനിമയിൽ മാത്രമല്ല സൈബർ തട്ടിപ്പുകാർക്കിടയിലും ഡബിൾ റോൾ അഭിനയിക്കുന്നവരുണ്ട് കേട്ടോ. OLX പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ വെച്ച സാധനങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നത്. വിൽപ്പനയ്ക്ക് വെച്ച ആളുടെ മുന്നിൽ വാങ്ങുന്ന ആളായും വാങ്ങുന്ന ആൾക്ക് മുന്നിൽ വിൽപ്പനക്കാരനായും ഒരേ സമയം എത്തിയാണ് പണം തട്ടുന്നത്. യൂട്യൂബർ അരുണിന് 1,20,000 രൂപയാണ് ഇത്തരം തട്ടിപ്പിലൂടെ നഷ്ടമായത്. കേരളത്തിലുടനീളം തട്ടിപ്പ് വ്യാപകമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിതുവരെ അധികം കേട്ട് പരിചയിച്ചിട്ടില്ലാത്തൊരു തരം തട്ടിപ്പിനാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അരുൺ ഇരയായിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ വാഹനങ്ങളോ ഉപകരണങ്ങളോ ഒക്കെ വിൽക്കാനോ വാങ്ങാനോ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഒരു രീതി? ഇത് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കേസാണ്. അപ്പം നമ്മൾ അതിനു മുമ്പേ ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ പൈസ പോയി അല്ലേ? 1,20,000 രൂപ പോയി. എന്നുവെച്ചാൽ നമ്മുടെ ഷോറൂമിലേക്ക് ബൈക്ക് വന്നിട്ടുണ്ട്, ബൈക്കിന്റെ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്, ഓണറിന്റെ ആധാർ കാർഡ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ച ഒരാൾ ആ പൈസ. ഇതെങ്ങനെ സംഭവിക്കണം അറിയോ? ABC 3 വ്യക്തികളാണെന്ന് വിചാരിക്കുക. A ബൈക്ക് വിൽക്കാൻ OLX പരസ്യം ഇടുന്ന ആള്, B നടുക്ക് നിൽക്കുന്ന സ്കാമർ, C എന്ന് പറയുന്നത് ബൈക്ക് വാങ്ങാൻ വരുന്ന ആൾ. നിങ്ങൾക്ക് അരുൺ സ്മോക്കി അറിയാമല്ലോ, വണ്ടിയോട് അത്രയും ക്രൈസ് ഉള്ള ഒരു മനുഷ്യനാണ്. ആള് സെക്കൻഡ്സ് വണ്ടി എടുത്തിട്ട് മറിച്ച് വിൽക്കുന്ന ഒരാളാണ്. ആൾക്ക് ഗ്യാരേജും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഈ തട്ടിപ്പിൻ്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുക. കാരണം ഇതിനകത്ത് അരുൺ പറഞ്ഞ കേട്ട് എനിക്കൊരു മണ്ണങ്ങട്ടി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. 3 പ്രാവശ്യം കേട്ടിട്ടാണ് പിന്നെയും കുറച്ചൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, നിങ്ങളത് വ്യക്തമായിട്ട് തന്നെ കേൾക്കുക. ഈ ഒരു വിഷയത്തിൽ ABC 3 പേരുണ്ട്. ഓക്കെ, A എന്ന് പറയുന്നത് OLXൽ പരസ്യം ഇട്ടയാൾ, അതായത് വിൽക്കാൻ വേണ്ടി വണ്ടി ഇട്ടേക്കുന്നയാൾ. C എന്ന് പറയുന്നത് വണ്ടി വാങ്ങാൻ വേണ്ടി വന്നയാൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നടുക്ക് നിൽക്കുന്ന B, ഈ B ആണ് സ്കാമർ. അപ്പോൾ B എന്താ ചെയ്യാൻ ചോദിച്ചാൽ, B Aയുമായിട്ട് കോൺടാക്ട് ചെയ്യും. വണ്ടി വാങ്ങാനെന്നും പറഞ്ഞ് Aയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ Aയിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. RC ബുക്ക് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഈ B നേരെ Cയുമായിട്ട് കണക്ട് ചെയ്യും. ഈ C എന്ന് പറയുന്നത് അരുൺ സ്മോക്കിയാണ്. അരുൺ സ്മോക്കിയുടെ ഗ്യാരേജിൻ്റെ നമ്പർ എടുത്തിട്ട് അവിടേക്ക് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ വണ്ടി വിൽക്കാനുണ്ട്, വിറ്റ് തരാമോ എന്ന് ചോദിക്കും. ഇവരുടെ പരിപാടി അതാണല്ലോ, സെക്കൻഡ്സ് വണ്ടി എടുത്തിട്ട് സെയിൽ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ഈ RC ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവർക്ക് Bയെ സംശയിക്കേണ്ട കാര്യമില്ല. Aയെ സംബന്ധിച്ച് വണ്ടി വാങ്ങാൻ വന്ന ആളാണ് B, Cയെ സംബന്ധിച്ച് വണ്ടി വിൽക്കാൻ വന്ന ആളാണ്. എന്നിട്ട് ഈ B എന്ത് ചെയ്യും? Cയോട് പറയും, ഈ വണ്ടിയും കൊണ്ട് വരുന്നത് എൻ്റെ ഒരു സുഹൃത്തായിരിക്കും, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ പുറത്താണ്, വണ്ടി കൊണ്ട് വരുന്ന സുഹൃത്തായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ Aയോട് സംസാരിക്കേണ്ട. കാരണം സംസാരിച്ചാൽ അവൻ ചിലപ്പോൾ കൂട്ടി പറയും, കമ്മീഷൻ അവൻ എടുക്കാൻ വേണ്ടി കൂട്ടി പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് തമ്മിൽ സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് Cയോട് സംസാരിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസ്യതയ്ക്ക് പ്രശ്നമില്ല. ക്ലിയർ ആയല്ലോ. A എന്ത് ചെയ്യുന്നു? Aയോട് പറയുന്നു, വണ്ടി ഇന്ന സ്ഥലത്ത് കൊണ്ട് കാണിച്ചാൽ മതി, കൊണ്ട് കൊടുത്താൽ മതി, അവിടെ നിന്ന് എടുത്തോളും, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എന്നും പറഞ്ഞിട്ട് A നേരെ അവിടേക്ക് പറഞ്ഞു വിടും. A നേരെ വണ്ടിയുടെ ഒറിജിനൽ RC ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. Bയും Cയുമായിട്ട് ഡോക്യുമെൻസിൻ്റെ കോപ്പിയാണ് കൈമാറിയിട്ടുള്ളത്. പക്ഷേ A നേരെ ഡോക്യുമെൻസും വണ്ടിയുമായിട്ട് Cയുടെ അടുത്തേക്ക് പോകും. ഇനി അവിടെ ചെന്നിട്ടാണ് ഇവർ തമ്മിൽ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് നേരെ ഈ Bയെ വിളിക്കുന്നു. ആര്? C. എന്തിനാ? കാശിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ കാശിൻ്റെ കാര്യം സംസാരിക്കുന്നു. പെട്ടെന്ന് ഡീലിംഗ് നടത്തണം, കാരണം എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കാനർ തരാം. ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നില്ല, ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, സ്കാനർ മാത്രം കൊടുക്കുന്നു. ഇത് കൊടുത്തിട്ട് C എന്ത് ചെയ്യും? അതിലേക്ക് ഫണ്ട് ഇടുന്നു. ഈ ഫണ്ട് ഇട്ട് കഴിഞ്ഞിട്ടും
എ പോകുന്നില്ല. അപ്പോൾ സി ആയിട്ടുള്ള അരുൺ സ്മോക്കി എന്ത് ചെയ്തു? ഇവരോട് സംസാരിക്കുന്നു. അരുൺ സ്മോക്കി അല്ലെങ്കിൽ അവരുടെ ഗാരേജുമായിട്ട് ബന്ധപ്പെട്ട ആൾ ഇവരോട് സംസാരിക്കുന്നു. അരുൺ സ്മോക്കിക്ക് നഷ്ടപ്പെട്ടത് 1,20,000 രൂപയാണ്. ഇവരോട് സംസാരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്കുള്ള കളി മനസ്സിലാവുന്നത്. എ വിചാരിച്ചു ഈ ഗാരേജിന്റെ ഓണറോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, സി വിചാരിച്ചു വണ്ടിയുടെ ഒറിജിനൽ ഓണറാണ് ഇവിടെ നിൽക്കുന്നത്, ഇത് അയാളുടെ കൂട്ടുകാരൻ. കാശ് ഇവിടേക്ക് വന്നു, ഇവിടേക്ക് പോകേണ്ട കാശ് ഇവിടേക്ക് വന്നു. ഇയാൾ ബബ്ബ പേടിച്ച് നിൽക്കുന്നു, ഇയാൾ പോകുന്നില്ല. അപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് നടുക്കൊരു സ്കാമർ ഉണ്ടെന്നുള്ളത്. ഇത് കഴിഞ്ഞ് 4 വർഷമായിട്ട് ഈ തട്ടിപ്പുകാരൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷമായിട്ട് 1-2 വ്യക്തികളെയല്ല, ഇപ്പം നിലവിൽ 70ഓളം ആൾക്കാരെയാണ് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 70ഓളം ആൾക്കാർ. ഇനിയും എത്രയോ ആൾക്കാരുണ്ടാവും. അത് പല ജില്ലകളിൽ, പല സംസ്ഥാനങ്ങളിൽ. ഇവനൊരു കോഴിക്കോടുകാരനാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് അരുൺ തന്നെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പൊ നമ്മുടെ സ്കാമിങ്ങിന്റെ 2ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് വേണമല്ലോ. അപ്പൊ ഇന്നലെ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1930 നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അക്നോളജ്മെന്റ് നമ്പർ തരും, അതേപോലെ തന്നെ ഒരു യൂസർ ഐ ഡിയും തരും. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിന്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1930 നമ്പറിൽ വിളിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് പറ്റും. ഞാൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോയ എമൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ അവര് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ. അത് കിട്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി അവൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളായിട്ടുണ്ട്. ഈ പറയണ വ്യക്തി തന്നെ പല നമ്പറിൽ നിന്ന് പല ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ലക്ഷങ്ങള് മൊബൈലായിട്ട്. അതായത് എനിക്ക് പാർട്ണർഷിപ്പ് ഉള്ള ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ട് നിങ്ങളുടെ മൊബൈൽ കൊടുത്താൽ മതി, അവർ പൈസ തരും. അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പിൽ വിളിച്ചു പറയും ഞാൻ പുറത്താണ്, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്, അവന് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കരുത്, അവൻ കമ്മീഷൻ അടിക്കും, അതുകൊണ്ട് പേയ്മെന്റ് എനിക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇവൻ ഒരുപാട് ആൾക്കാരെ പൈസ അടിയിട്ടുണ്ട്. ഈ പരിപാടി തന്നെയാണ് ഇവൻ ഈ ബൈക്കിലും കാണിക്കുന്നത്, മൊബൈലിൽ കാണിക്കുന്നു, സ്ഥലത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. ഇനി ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെയും കാണിക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ കേട്ടിട്ട് കിളി പാറിപ്പോയി എന്നുള്ളതാണ്. ഓഫ്, എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് 2 പേരുടെ നടുക്ക് നിന്ന് അതിൽ ഒരാളിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുക. വിൽക്കാൻ പോകുന്നവനും വാങ്ങാൻ വരുന്നവനും പണി കിട്ടുന്നു, നടുക്ക് നിൽക്കുന്നവനും കാശും കൊണ്ട് പോകുന്നു. 1-2 പ്രാവശ്യം പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടും പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയവനും കൂടിയാണ്. മനസ്സിലായോ? പല സ്റ്റേഷനുകളിൽ ഇവനെതിരെ കേസുകളുണ്ട്, പക്ഷേ ഇതുവരെയും പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്തായാലും ലാസ്റ്റ് അരുൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഇവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. ഇവൻ ആരാണ്, എന്താണ്, ഇതിന്റെ ഏകദേശ രൂപം അരുൺ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ അറിയാമെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കുക. ഇത് സാധാരണ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ഒരു പരിപാടി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 2 പേർക്ക് നടുക്ക് നിന്നിട്ട് മൂന്നാമൻ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. ഒരു ട്രസ്റ്റ് ഇഷ്യൂവും വരാതെ ഈ 2 പേര് തമ്മിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഈ 2 പേര് തമ്മിൽ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് അറിയാനും പറ്റത്തില്ല. ഓക്കെ, ഇവൻ ഇവരുടെ ഫ്രണ്ടിലേക്ക് വരത്തുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഏതോ സിനിമ ഉണ്ടല്ലോ, കണ്ണേ രണ്ടും കൊള്ളയെടുത്താൽ, അതിൽ ദുൽഖറിന്റെ പടമാണ്. ആ സിനിമയ്ക്കകത്ത് ഇവർ ഒരു സ്കാം നടത്തുന്നുണ്ട്. ആ സിനിമ സ്കാമിങ് പരിപാടിയാണല്ലോ, അതിനകത്ത് നടക്കുന്നൊരു സ്കാമിങ് രീതിയുണ്ട്. അതിനെയൊക്കെ കടത്തി വെട്ടുന്ന ലെവലിലാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. ചിന്തിക്കാൻ പറ്റില്ല തട്ടിപ്പ് ഏതൊക്കെ രീതി വരുന്നുള്ളത്. നമുക്ക് എന്തായാലും അരുണിൻ്റെ ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്തൊരു സംഭവമുണ്ട്. സ്കാമറുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയ്ക്കകത്ത് അരുൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവനെ പോലീസ് പിടിച്ചിട്ട് ഇവൻ പോലീസിനെ വരെ ഉപദ്രവിച്ചിട്ട് ചാടിപ്പോയ ഒരു കഥയും കൂടി പറയുന്നുണ്ട്. ഒരു ന്യൂസ് വെച്ചിട്ടുണ്ട്, ആ ന്യൂസ് നമുക്ക് കാണാം. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ ഇയാൾക്കെതിരെ 15 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 3 കേസുകളാണ് വയനാട്ടിൽ മാത്രം രജിസ്റ്റർ ചെയ്തത്. പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങിയെങ്കിലും കൊൽക്കത്ത പോലീസ് വീണ്ടും പിടികൂടിയതറിഞ്ഞ് വയനാട് പോലീസ് അങ്ങോട്ട് പോയിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം പ്രതിയെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നത് വഴി ആന്ധ്രാപ്രദേശിൽ വെച്ച് ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ആ ന്യൂസ് കേട്ടല്ലോ. ഏകദേശം 2-3 പ്രാവശ്യമാണ് പോലീസ് ഇവൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴെല്ലാം ഇവൻ പോലീസിനെ ഉപദ്രവിച്ച് കടന്നു കളഞ്ഞു. 15ഓളം കേസുകൾ കൽപ്പറ്റ സ്റ്റേഷനിൽ മാത്രം. എന്നിട്ടും ഇവൻ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ പോരാ. ഈ കഴിവ് അവൻ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തുമായിരുന്നു. ഇനി അരുൺ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഹാജരാക്കാൻ കൊണ്ടുവരുന്നത് വഴി ആന്ധ്രാപ്രദേശിൽ വെച്ച് ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കേരളം ഇതുവരെ കേട്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു സൈബർ ക്രൈം. എൻ്റെ ഒരു 1,20,000 രൂപ പോയി. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് പ്രകാരം ഒരു കൂട്ടുകാരൻ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഒരാൾക്ക് പോലും അങ്ങനെ പരാതിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടായിരുന്നു എന്നെ അവൻ പറ്റിക്കണ വരെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പം എൻ്റെ ഒരു ഗ്രൂപ്പിൽ രാവിലെ വീടുന്ന സമയത്ത് 60 പേരായിരുന്നു, ഇപ്പം അത് 75 പേരായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ആൾക്കാർ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ചെറിയൊരു ചാനലിൽ ഇന്റർവ്യൂ എടുത്തു. ആ ഒരു ഇന്റർവ്യൂവിൻ്റെ താഴെ ഫുൾ തന്നെ തെറിവിളിയും ഫ്രോഡ് മറ്റേത് മറിച്ച് ഞാൻ ഒത്തൊരുമിച്ചിട്ടുള്ള കളിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഷോറൂമിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇങ്ങനത്തെ ഒരു ചീപ്പ് കളി എനിക്ക് കളിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫോളോസ് ഉള്ള ഒരു ഷോറൂമാണ്. ഇപ്പോഴും ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഷോറൂമിൻ്റെ പേര് പറയാനോ അല്ലെങ്കിൽ എൻ്റെ ഷോറൂമിൻ്റെ ലൊക്കേഷനിൽ നിന്നിട്ട് വീഡിയോ ഇടാനോ എൻ്റെ ഷോറൂമിൻ്റെ ബാഡ്ജിങ് ബാക്കിൽ കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഷോറൂമിൽ എത്രയും വണ്ടികളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞാൻ ചെയ്ത ഒറ്റ വീഡിയോയിലും എൻ്റെ ഷോറൂമിൻ്റെ ഒറ്റ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെന്നെ പേഴ്സണലായിട്ട് എൻ്റെ 2-3 ദിവസത്തെ ഉറക്കം കെടുത്തിയ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയത്. ആരായാലും ഇറങ്ങിത്തിരിക്കും. കാരണം 1,20,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല. അപ്പോൾ അത്രയൊരു എമൗണ്ട് ഒരുത്തൻ അടിച്ചുകൊണ്ട് പോകുന്നു പറയുമ്പോൾ അതിൻ്റെ പുറകെ എന്തായാലും ഇറങ്ങില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഇറങ്ങുമ്പോൾ
ഇതിനകത്ത് കുറേ ആൾക്കാർ പറഞ്ഞു പരത്തും ഇത് ഒത്തുചേർന്നുള്ള പരിപാടിയാണ്, റീച്ചിന് വേണ്ടിയാണ്, മറ്റതാണ് മറിച്ചാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും റീച്ചിന് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഒരു ആളുടെ പൈസ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്നതിന് മാത്രമാണ് അതിന്റെ പെയിൻ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവൻ ഇറങ്ങും. അരുണ് കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് അരുൺ ഇനി റിവീൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം. പിന്നാലെ പോയതിനു ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ക്രൈമുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു തുമ്പും ഒരു ചുക്ക് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ചുക്കല്ല ഗൈസ്, ഞാൻ അവൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ വരെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു സൈബർ ക്രൈം ഞാൻ ഇവിടെ ഇന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ എനിക്കിത് 3 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇവ എങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കണം എന്നുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ആദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവനിലേക്ക് ആൾക്കാർക്ക് എത്താൻ പറ്റുന്നില്ല, അതായത് ഇവന് കിട്ടുന്ന പൈസ അവൻ ഏത് രീതിയിലാണ് ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. മൂന്നാമത്തേൽ ഇവന്റെ പേരിൽ കേരളത്തിന് പുറത്തും കേരളത്തിലും അതേപോലെ തന്നെ പല സംസ്ഥാനങ്ങൾക്ക് അറസ്റ്റ് പറഞ്ഞുള്ള ഒരു അന്താരാഷ്ട്ര വലിയൊരു തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവസാനമാണ് ഞാൻ ഈ ഒരു പുള്ളി, അതായത് സംശയിക്കാൻ സാധ്യതയുള്ള, ഞാൻ ഫേസ് റിവീൽ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പില്ലല്ലോ, ഞാനല്ലല്ലോ ഇവിടുത്തെ പോലീസ്, അത് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുള്ള ഒരാളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യണമല്ലോ. ഫേസ് എന്നുള്ള തരത്തിൽ ചെറുതായിട്ട് ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം, ഒരു ന്യൂസ് ക്ലിപ്പിൽ ആളുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ 4 ദിവസമായി എല്ലാ കാര്യങ്ങളും എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നാലെ നടന്ന് ഞാൻ പറഞ്ഞില്ല 60 പേരായിരുന്നു രാവിലെ, അങ്ങനെ ഒരു 75 പേരോളം ഞാൻ കണ്ടുപിടിച്ചു. 75 പേര് ഇവനെ കൊണ്ട് പറ്റിക്കപ്പെട്ട ആൾക്കാരാണ്. 75 പേര് ഒരാളിൽ നിന്നും മിനിമം 1 ലക്ഷം രൂപ വെച്ച് തട്ടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി? 75 ലക്ഷം രൂപ, 3/4 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ തട്ടിപ്പവൻ തുടങ്ങിയ സമയത്ത് അവൻ്റെ പ്രായം 24 വയസ്സായിരുന്നു. ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്കതൊക്കെ കേൾക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അരുണ് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും നോക്കുക. ഞാനിത് ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോ 3 പ്രാവശ്യം കണ്ടിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ തട്ടിപ്പിൻ്റെ രീതി മനസ്സിലായത് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ അരുണ് പറയുന്നത് കൂടി കേട്ട് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നും കൂടി എനിക്കൊന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും രീതിയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിയിടുക. ബാക്കി കേൾക്കാം. ആ 75 പേരും കോമൺ ആയിട്ട് പറ്റിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോൺ നമ്പറുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു 75 പേരും പറ്റിച്ചിട്ടുള്ള നമ്പേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 നമ്പറുകളുണ്ട്. ഇറ്റ്സ് മീ എന്നാണ് ശരിക്കും ഈ ഒരു പ്രൊഫൈൽ, വാട്സപ്പിലെ ബിസിനസ് പ്രൊഫൈലാണ് ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ടാണ് യൂസർ നെയിം. ഇനി പറ്റിക്കാൻ പോകുന്ന സമയത്ത് പുള്ളി അത് മാറ്റുമായിരിക്കും. എന്നാലും നിലവിൽ ഇതാണ് ആളുടെ യൂസർ നെയിം. കോഴിക്കോട്ടുകാരനാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേസൊക്കെ പിടിക്കുന്ന സമയത്ത് 24 വയസ്സ് സംതിങ് ഒക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം 28-29 വയസ്സായിട്ട് പുള്ളി പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. 4 വർഷമായി. 24 വയസ്സ് തുടങ്ങി, ഇപ്പോൾ 28 വയസ്സോളം പ്രായമായിട്ടുണ്ട്. എല്ലാം പക്കയാണ്, എല്ലാം ക്ലീൻ ആയിട്ടാണ് അവൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നില്ല. പക്ഷേ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ചിന്തിക്കുന്നത്, തുടങ്ങിയ സമയം മുതൽ. കേൾക്കാം. അതായത് എങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിച്ച സമയത്ത്, ഇത് പറയാൻ പോയ സമയത്ത് നമ്മൾ പറയുന്നത് പോലീസുകാർക്ക് മനസ്സിലാവേണ്ട അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പോലീസുകാരനായിട്ട് അലമ്പായി ഷർട്ടൊക്കെ പിടിച്ച് കീറി, അതായത് പൈസ നഷ്ടപ്പെട്ടവൻ്റെ ഷർട്ടൊക്കെ പിടിച്ച് കീറി. എൻ്റെ ചെറിയൊരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്വാഭാവികം. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയല്ലോ. ചെന്നുടനെ പോലീസുകാർ ചോദിച്ചത് നീ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ. നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ പോലീസുകാർ നമ്മളോടാ ചൂടാവുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്ന് കാമായി. കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ ആ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നവൻ്റെ മെക്കിട്ടാണ് അവർ കയറാൻ ശ്രമിക്കുന്നത്. ഇവൻ എന്ത് മാനസികാവസ്ഥയിലാണ് വരുന്നതെന്നുള്ള അവർ ചിന്തിക്കത്തില്ല. എല്ലാ സ്റ്റേഷനിലുള്ള കാര്യമല്ല പറയുന്നത്, ചില സ്റ്റേഷനിൽ അങ്ങനത്തെ പരിപാടികളുണ്ട്. കംപ്ലയിൻറ്റ് കൊടുക്കാൻ ആൾക്കാർ പോകാൻ മടിക്കാൻ പോലും കാരണം ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. കേൾക്കാൻ പോലും തയ്യാറാവില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കേൾക്കാനുള്ള ക്ഷമ അവർക്കില്ല. മനസ്സിലായോ? എന്നാൽ ചില പോലീസുകാരുണ്ട്, അതേ സ്റ്റേഷനിൽ ഞാൻ 2ാമത് പോയപ്പോഴേക്കും പറയുന്ന കാര്യം മുഴുവൻ ഇരുന്ന് കേട്ടിട്ട് എനിക്ക് അതിൻ്റെ വരുമരായികൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പലരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് പറയാൻ പോകാൻ മടിക്കാനുള്ള കാരണം നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അവർക്കില്ല. ഇതാണ് സത്യം. ബാക്കി കേൾക്കാം. OLX ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമാണ് നമ്മൾ ഇതിൽ വിചാരിക്കുള്ളൂ. ഞാൻ ഇതിൽ OLX ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് കേട്ടോ. അതായത് ഈ ഉണ്ടായ ഇൻസിഡന്റ് നമ്മുടെ സ്റ്റാഫിനാണ്. ഞാൻ ഡയറക്റ്റ് ഇതിൽ പെട്ടിട്ടില്ല. എൻ്റെ പൈസ പോയി എന്ന് മാത്രം. എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് എൻ്റെ പൈസ പോയതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും ഇതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങിയതും ഇത്തരത്തിലുള്ള 4ാമത്തെ വീഡിയോ മറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തട്ടിക്കുന്നത് നമുക്കൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ വണ്ടിയുടെ മാത്രമാണെന്ന്. ഈവൻ മാക്ബുക്ക്, ലാപ്ടോപ്പ്, ക്യാമറ, അതേപോലെ തന്നെ ഐഫോൺ, യൂസ്ഡ് കാർ, യൂസ്ഡ് ബൈക്ക്, ഇത്തരത്തിലുള്ള എല്ലാവിധ ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടെന്ന് റിസോർട്ടിൽ റൂം എടുത്തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവിധ തട്ടിപ്പോൾ ഇവൻ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ 1 ലക്ഷത്തോളം രൂപ അവർ ഹോൾഡ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1 ലക്ഷം രൂപ എല്ലാവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ 1 ലക്ഷത്തിന് ശേഷമുള്ള 20,000 രൂപയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു കേസിനെ പറ്റി പഠിച്ചിടത്തോളം ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോൾ 4 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3,75,000 കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു 25,000 രൂപയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരാൾ കേസിന് പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടി കഴിഞ്ഞാൽ അവർ ആ ഒരു കേസ് വിഡ്രോ ചെയ്തതിൻ്റെ പിന്നാലെ പോക്ക് നിർത്തും. അതാണ് ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവന് ആ 1 ലക്ഷം രൂപ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വിഡ്രോ ചെയ്തായിരുന്നു. പക്ഷേ അവ അത് ചെയ്യില്ല ഗൈസ്. അതിൽ 20,000 30,000 കൊടുത്തിട്ട് ബാക്കിയുള്ള ക്യാഷ് നമുക്ക് തിരിച്ചു തരുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ അരുണിൻ്റെ 1,20,000 രൂപ ഇവൻ്റെ കയ്യിലേക്ക് ആയിട്ടുണ്ട്. ഇവൻ അതിൽ 20,000 രൂപ എടുക്കത്തുള്ളൂ. അപ്പോൾ 1 ലക്ഷം രൂപ അവിടെ ഹോൾഡാണ്, അവിടെ കിടക്കും, അക്കൗണ്ടിൽ തന്നെ കിടക്കും. ഈ പോലീസുകാർ വഴി, എക്സാമ്പിൾ പറയുന്നതാണ്, പോലീസുകാർ വഴി ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ 1 ലക്ഷം രൂപ ഇവർക്ക് കിട്ടും. 20,000 രൂപ പോകത്തുള്ളൂ. ഇവരെന്ത് ചെയ്യും? കേസിൻ്റെ പുറകെ പോകില്ല, പോട്ടെ 20,000 അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ 20,000 വെച്ചിട്ട് 5 പേരാകുമ്പോൾ 1 ലക്ഷം രൂപ ആയല്ലോ. ഇതാണ് അവൻ്റെ ടാർഗറ്റ്. അവന് ഈ 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1,20,000 രൂപയ്ക്ക് ആണെങ്കിൽ പോലും ആ ഫുൾ എമൗണ്ട് അവന് വേണ്ട. അവന് വേണ്ടത് 20,000 ചില്ലറ എമൗണ്ട് മതി അവന്. ഇപ്പോൾ 1,70,75,000 രൂപയാണെങ്കിൽ അവൻ ചിലപ്പോൾ 70,000 രൂപ എടുക്കുമായിരിക്കും.
1,00,000 രൂപ അവിടെ ഇട്ടേക്കും. അപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വഴിക്ക് അങ്ങ് പോകും. കേസിൻ്റെ പിന്നാലെ പോയിട്ട് നൂലാമല പിടിക്കേണ്ടതെന്ന് വെച്ചിട്ട് അതങ്ങ് വിട്ടേക്കും. അപ്പോൾ ഇവൻ്റെ പേരിൽ കേസ് അങ്ങനെ ഒരുപാട് കേസുകൾ വരത്തില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും 15 കേസ് വന്നെന്നുള്ളതാണ്. ബാക്കിയേക്കാം അതായത് അവൻ അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്ന രീതിയിലായിരിക്കും അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ആദ്യം ചെയ്ത ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സാധനം വിൽക്കാൻ പോയിട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ തോന്നാൻ സ്പോട്ടിൽ 1930 എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വിളിക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ അവർ പറയുന്ന സ്റ്റേഷനിൽ പോയിട്ട് മറ്റേത് ഹാജരാക്കും മറിച്ച് ഹാജരാക്കും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് ഡയറക്റ്റ് ആ ഒരു നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഐ ഡി, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു പേയ്മെന്റ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് തിരിച്ച് കിട്ടോ ഇല്ലെന്നൊക്കെ ഞാൻ ഗ്രൂപ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് അത് കിട്ടിയിട്ടില്ല. 3 വർഷമായിട്ട് പേയ്മെന്റ് ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തന്നില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വേറെ ഒരു ആൾ തിന്നാൻ പറ്റാത്ത രീതിയിൽ അവർ അത് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ചെറിയൊരു തട്ടിപ്പിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത്ര സാധനങ്ങളാണ് തട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ തട്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആരാണ്, ഞാനിപ്പോൾ ഈ ഒരു മുതൽ OLX വിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ട, ഈ ഒരു ഫോൺ ഞാൻ OLX വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവൻ്റെ മെസ്സേജ് വരും, ഇത് ഇത്ര റേറ്റിന് എടുക്കാൻ അവൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഈ ഫോൺ വീണുണ്ടോ, ഡിസ്പ്ലേയിൽ സ്ക്രാച്ച് ഉണ്ടോ, എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവൻ ചോദിച്ചറിയും. നമ്മൾ നോർമലി വാങ്ങാൻ വിളിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയല്ലോ, ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്, മറ്റേത് മാറിയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറയല്ലോ. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ വിളിക്കും. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെയാണ് ഇവൻ്റെ ടാർഗറ്റ് എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അവരെ പറ്റിക്കപ്പെടില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുള്ള പോലെ തന്നെ അവർക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആണ് ഇവൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതേ ഡീറ്റെയിൽസ് അവൻ ആ ഒരു ഷോപ്പിൽ വിളിച്ച് പറയുന്നു, എൻ്റെ ഒരു ഫോൺ വിൽക്കാനുണ്ട്, ഫോണിന് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇന്ന രീതിയിലൊക്കെയാണ് ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത്, ഫോണിന് ഇപ്പോൾ ഇത്ര ബാറ്ററി ലൈഫ് ഉണ്ട്, നിങ്ങളത് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അവർ പറയും ഇതാണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ്, എനിക്ക് അതിലും താഴെ മതി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് വയ്യ. എനിക്ക് തോന്നുന്നു മിക്ക കേസുകളിൽ എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി നിന്നുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ 1-2 കേസുകളിൽ ഞാൻ അങ്ങനെ കേട്ടു, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അർജൻറ്റായിട്ട് ഞാൻ നിൽക്കുകയാണ്, നിങ്ങൾ ഇത്ര പൈസ എനിക്ക് തന്നാൽ മതി, ഇനിയിപ്പോൾ പൈസ തന്നാലും മതി, ഞാൻ ഫോണോട് എത്തിച്ചാൽ നിങ്ങൾ എടുക്കുന്നു വയ്ക്കും. നോർമലി കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പൈസ ലാഭം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ വീഴും. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിൽ വീഴും. അത്തരത്തിൽ വീഴണ കച്ചവടക്കാരൻ്റെ അടുത്ത് ഇവൻ ഓണറായിട്ടും വിൽക്കാൻ ഓണറുടെ അടുത്ത് ഇവൻ കട, ഇവൻ്റെ പാർട്ണർഷിപ്പിലുള്ള കടയായിട്ടൊന്നും പറഞ്ഞിട്ട് ഇവരെ തമ്മിൽ അങ്ങനെ ലൊക്കേഷൻ അയച്ച് അങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷേ ഇതിൽ സംസാരമില്ല. കാരണം എന്താ വെച്ചാൽ കടയിൽ ചെല്ലുന്ന സമയത്ത് ഈ ഫോണിൻ്റെ വില വയ്ക്കുമ്പോൾ OLX യഥാർത്ഥ വിലയായിരിക്കും വിൽക്കാനിട്ട് ആൾ പറയാം. അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കോൺടാക്ട് ചെയ്ത ആൾ വിളിക്കും, ഇത്രയാണ് റേറ്റ് പറയുന്നത് ബ്രോ, ഇതെന്താ അങ്ങനെ നിൽക്കും പറയും. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ്റെ കമ്മീഷൻ ആയിരിക്കും, നിങ്ങൾ എനിക്ക് ഇത്ര എമൗണ്ട് ഫോൺ വാങ്ങിച്ചോളാം പറയും. ഇതേപോലെ തന്നെ അവനെ വിളിക്കും. സംഭവം മനസ്സിലായോ? അതായത് വാങ്ങാൻ പോകുന്ന ആളിനോട് വില കുറച്ച് പറഞ്ഞിട്ട് ഇവൻ അവിടെ ചെല്ലുമ്പോഴേക്കും, ഈ കടയിലേക്ക് ചെല്ലുമ്പോഴേക്കും വില കൂട്ടി കടക്കാരൻ പറയും. അപ്പോൾ ഇവനെ വിളിക്കുമ്പോഴേക്കും അത് കാര്യമാക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം, നിങ്ങൾ കാശ് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി, ഞാൻ ബാക്കി സെറ്റ് ചെയ്യാം, എൻ്റെ പാർട്ണർഷിപ്പുള്ള ഷോപ്പാണ്, പരിപാടി കഴിയും. ഇയാൾ എന്ത് ചെയ്യും, ഈ സ്കാമർക്ക് കാശെടുക്കും. പൈസ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പൈസ പോയില്ലേ. പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ നടുക്ക് നിൽക്കുന്നവൻ പറ്റിച്ചു എന്നുള്ളത്. കാര്യം നിസ്സാരമാണ്, പക്ഷേ മനസ്സിലാക്കിയെടുക്കാൻ എൻ്റെ പൊന്നോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞ റേറ്റ് അവർ ചവിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഫോൺ അവിടെ കൊടുത്തേൽപ്പിച്ചോ, പേയ്മെന്റ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇടാന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റായി. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഇട്ട് വരുന്നു. അതിനുശേഷം പേയ്മെന്റ് വാങ്ങും. മറ്റൊന്ന് വിളിച്ചിട്ട് പറയും ബ്രോ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. അവസാനം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പേയ്മെന്റ് കിട്ടാണ്ടാവുമ്പോഴാണ് ശരിക്കും കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുക. മറ്റേ വിളിച്ചിട്ട് കിട്ടണില്ല, നിങ്ങളുടെ മാനേജറാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിന് പേയ്മെന്റ് എന്താണെന്ന് നോക്കുമ്പോൾ നോർമലി കടക്കാരൻ എന്ത് വിചാരിക്കുക, ഈ കൊണ്ടുവന്നവൻ അവൻ്റെ ടീമിലാണെന്ന് വിചാരിക്കും. കൊണ്ടുവന്നവൻ എന്ത് വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വാങ്ങിച്ച ഷോപ്പുകാർ അവൻ്റെ ടീമാണെന്ന് വിചാരിക്കും. ലാസ്റ്റ് ഇവർ തമ്മിലാണ് ഇവിടെ ഒരു ക്ലാഷ് ഇറങ്ങുന്നത്. പോലീസ് കേസ് കൊടുക്കുന്നതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഇതിൻ്റെ ഇടയിൽ നിന്നവനെ പറ്റിയിട്ട് ആരും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചു, ഞാൻ അവനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുടെ ചുരുളഴിയണമെന്നൊക്കെ പറയില്ല ആ ഒരു തരത്തിൽ. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ മിക്ക ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ ഓണർ ആ സാധനം അവിടെ വാങ്ങിക്കും. കാരണം വെച്ചാൽ അവർ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇവർ ഷോപ്പിൻ്റെ ഓണർക്കെതിരെ കേസ് കൊടുക്കും. ഷോപ്പിൻ്റെ ഓണർ ഇവർ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കും. ഈ കേസുകളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഇവൻ ഈ ഒരു സെയിം തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്തരത്തിൽ ഇവൻ കണ്ടിന്യൂ ചെയ്ത കേസുകളുടെ ഒരുപാട് ആൾക്കാരെ, ഏകദേശം 75ഓളം ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാം സെയിം പാറ്റേൺ ആണ്. ഇവ ഏതെങ്കിലും ആൾക്കാരെ UPID ആണ് നിങ്ങൾക്ക് അയച്ചത്. ജനറൽ ഞാൻ ഉദ്ദേശിക്കുന്നത് UPID ഒന്നല്ലെങ്കിൽ തമിഴ്നാടോ ഒന്നല്ലെങ്കിൽ കർണാടകയിലേക്ക് ആയിരിക്കും ആ ഒരു UPIDയുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്ക് ഇരിക്കുന്നത്. എയർടെൽ പേയ്മെന്റ് ബാങ്കോ ആമസോൺ പേ ബാങ്കോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പാറ്റേണിലുള്ള ഒരു സംഭവം. 3 അക്കൗണ്ടിലേക്കാണ് ശരിക്കും പൊതുവെ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പാറ്റേൺ മുഖാന്തരമാണ് ഞങ്ങൾ എല്ലാവരും കണക്ട് ആയത്. അതായത് നമ്മൾ ഈ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ സെയിം പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഇതൊക്കെ ഇറ്റ്സ് മീ യൂസർ നെയിമോട് കൂടിയുള്ള സെയിം വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറാണെന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഇതെല്ലാം ചെയ്തത് ഒരാളാണെന്നുള്ള ഒരു തരത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. ടീമാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ കേസുകളിലും മിക്കതിലും ഇവൻ ഒറ്റയ്ക്കാണ് ശരിക്കും അറസ്റ്റ് ചെയ്തിട്ടുള്ളതും. ഇവൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസാണ് ശരിക്കും വാർത്തകളിൽ കൊടുത്തിട്ടുള്ളതും. ന്യൂസ് കട്ടുകൾ എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇവന് അറസ്റ്റ് വാറന്റ് ഉണ്ടെങ്കിലും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ എന്താ കോടതി അഞ്ചാലും പോലീസുകാരാണെങ്കിലും പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവനെ പിടിച്ചകത്തിടാനൊന്നും പറ്റില്ല. അവൻ്റെ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് കോംപ്രമൈസ് ചെയ്ത് അവസാനിപ്പിക്കാനാണ് പറയുന്നത്. ഇനി പോലീസുകാർ വേണ്ടി എന്താണ് കേസ് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് പോകേണ്ടി വരും. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഒരുപാട് വേറെ കേസുകളുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഇവർ മിക്ക ആൾക്കാരും ഇത് ഏറ്റെടുക്കാത്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളി ഏതെങ്കിലും യൂസ്ഡ് മൊബൈലിൻ്റെ ഷോറൂമിൽ അല്ലെങ്കിൽ ഇപ്പോൾ യൂസ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന ഷോറൂമിലോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു കടക്കാരനായിരിക്കും പേയ്മെന്റ്. ആ ഒരു പേയ്മെന്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതായത്
ഏതെങ്കിലും ഒരു യൂസർ ഐഫോണിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു 75,000 ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു iPhone 17 16 15 ഒക്കെ എടുക്കാം. അത്തരത്തിൽ എടുക്കണം ഫോൺ. യൂസ്ഡ് ഫോണിന് വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേണ്ട, IMEI അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇവ അതെടുത്തിട്ട് അതേ ചീപ്പ് റേറ്റ് തന്നെ OLX ഒരു 10-40,000 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് യഥാർത്ഥമായിട്ടുള്ള ക്യാഷ് കിട്ടും ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആ ഒരു മൊബൈൽ കടക്കാരൻ്റെ അക്കൗണ്ടിലായിരിക്കും ഫൈനലി ക്യാഷ് എത്തിയിട്ടുണ്ടായിരിക്കുക. ഇതുകൊണ്ട് മാത്രമാണ് ശരിക്കും പോലീസുകാർ ഇതിൽ ഇടപെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവും, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര എന്താ പറയുക പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ലാപ്ടോപ്പാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു കേസ് 4.5 ലക്ഷം 4.25 ലക്ഷം ഒരു ടീമിനെ തട്ടിയിട്ടുണ്ട്. മൊബൈലിൻ്റെ കേസിലാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു തുമ്പ് കിട്ടുന്നത്, ഇത്തരത്തിലൊരു കേസ് ഉണ്ട്. പക്ഷേ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ന്യൂസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. എൻ്റെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരാളെ പറ്റിയിട്ട് കോഴിക്കോട് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വാടക വീട്ടിലുള്ള ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. അതായത് പുള്ളി നാട്ടിലില്ല. ഇതേപോലത്തെ കുറേ ക്രൈമുകളിൽ വയനാട്ടിലൊക്കെ കേസായിട്ട് പുള്ളി നാടൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ്. മൈസൂർ, ഡൽഹി പല സ്ഥലങ്ങളിലും പോയിട്ടാണ്, ഗോവയിലൊക്കെ പോയിട്ടാണ് ശരിക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പക്ക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയുടെ സംസാരം പോലെയാണ് അദ്ദേഹം സംസാരിക്കുക. അതായത് ആർക്കും സംശയമൊന്നുമില്ല. പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ ഞാൻ അവൻ്റെ വോയിസ് ക്ലിപ്പുകളും തരണം നിങ്ങൾ കേൾപ്പിക്കാം. ചേട്ടാ ഇതിനൊരു എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, പെട്ടെന്ന് അയക്കണേ. 28 ഡയലോട്ടേക്ക് അയക്കേണ്ടത് ഫാസ്റ്റ് ആക്കാവോ? ഞാൻ 6 മണിക്ക് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രോ പേപ്പേഴ്സും സെക്കൻഡ് കീയും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഇറങ്ങുമ്പോൾ ഫുൾ എല്ലാം എടുത്ത് കയ്യിൽ വെക്കണേ. ഇവൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. കേട്ടല്ലോ, എല്ലാം ഒരേപോലെ സംസാരിക്കുന്നത്, ഒരേ പാറ്റേണിലാണ് ഇവൻ സംസാരിക്കുന്നത്. ഭയങ്കര ജെന്റിൽമാൻ ടോക്കുമാണ്. ഇനി പറയാൻ പോകുന്നത് ഇവൻ്റെ ഐഡന്റിറ്റിയാണ്. കേട്ടോ, അതെ, ഒറിജിനൽ ആധാർ കാർഡ് അല്ലാത്ത ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഇവൻ്റെ കേസ് നമ്പർ ഉണ്ട്, ഇവൻ ജാമ്യം വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇവൻ നടത്തിയിട്ടുള്ള സൈബർ ക്രൈമുകളുണ്ട്. അതിന് പുറമെ ഏകദേശം 75ഓളം പേരെ ഇവൻ പറ്റിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 75ഓളം പേരുണ്ട്. ഈ 75ഓളം പേരിന് പുറമെ കുറേ ആൾക്കാർ എനിക്ക് ഡെയിലി ഞാൻ പറഞ്ഞില്ലേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനെ പിടിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ആരും വെല്ലുവിളിക്കണം കേട്ടോ. ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ്. അതായത് അവസാനം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുക്കം കിട്ടില്ല എന്നുള്ള നല്ല ഉറപ്പുള്ള കാരണമാണ്. സമയം നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സാറുമാർ ഇത് ശരിക്കും ഒഴിവാക്കി വിടുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ശരിക്കും അറിയുന്നത്. ഗൈസ്, ഇനി നിങ്ങൾക്ക് ആളെ കാണണ്ടേ? അതായത് ഈ കാണുന്ന ആധാർ കാർഡിലുള്ള വ്യക്തിയാണ് പുള്ളി എന്ന് പറയുന്നത് നിതിൻ. ഇറ്റ്സ് മീ നിതിൻ. പക്ഷേ കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് ഗൈസ്. ഈ ഒരു പുള്ളി ആരാന്ന് പോലും എനിക്കറിയില്ല. ഇതല്ല ശരിക്കും യഥാർത്ഥത്തിലുള്ള ആ ഒരു സൈബർ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത്. അതായത് ഇവൻ കൊടുത്തേക്കുന്ന ആധാർ കാർഡ് പോലും ഫേക്ക് ആണ്. വേറെ ആരുടെയോ, അതായത് ആരോ വണ്ടി എടുക്കാൻ വേണ്ടി കൊടുത്ത ആധാർ കാർഡിനെയാണ് ഇവൻ്റെ ഞാനാണ് എന്ന് പറഞ്ഞ് ഇവൻ്റെ ഐഡന്റിറ്റി ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇത് ഫേക്ക് ആയിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആധാർ കാർഡാണ്. ഇതാണ് പലർക്ക് അയച്ചു കൊടുത്തുള്ളത്. പലരുടെയും ഈ ഒരു ആധാർ കാർഡാണ് ഉള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു പുള്ളിയുടെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത് ഇരിക്കുന്ന ആളാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓഡിയോന്റെ ഓണർ എന്ന് പറയുന്നത്. അതായത് ഈ പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഇത്ര ആൾക്കാർ ശരിക്കും പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിലെ ന്യൂസ് കാണിച്ചാലും എവിടെയും ഒരു വട്ടം അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി ചാടി പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് 99% ഞങ്ങൾ അന്വേഷിച്ച പ്രകാരം സാമ്യമായിട്ടുള്ള ഒരാളാണ്. അതും കൂടെ ഞാൻ പറയാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറുള്ള ബാക്കിൽ തെളിവ് പോകണം. ഇപ്പോൾ ഈ ഒരു 16 നമ്പറിൽ ഒരു നമ്പർ ശ്രീലങ്കയിലുള്ള ഒരു നമ്പറാണെങ്കിലും ബാക്കി 15 നമ്പറുകളും ഇന്ത്യയിലത്തെ നമ്പറുകളാണ്. അതായത് പുറത്തിരുന്നിട്ടൊന്നും അവിടെ നിന്നിട്ടുള്ള നമ്പറുകൾ കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഇവൻ്റെ ക്ലൂ കിട്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഇവൻ്റെ ക്ലൂ കിട്ടില്ലേ? അത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയും ഫോട്ടോ ഇതേപോലത്തെ ഒരു മൊബൈൽ തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് മുംബൈയിലാണെന്ന് തോന്നുന്നു ഏതോ ഒരു സംസ്ഥാനത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവനാണ് ആള്. ഓക്കെ, ഇവൻ്റെ ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് മീശ ഉള്ള ഫോട്ടോ, മീശ ഇല്ലാത്ത ഫോട്ടോ, അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവൻ ഒറ്റയ്ക്ക് നല്ലത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് നടക്കും എന്നുള്ളത് അൺബിലീവബിൾ. ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടെന്ന് പറയുന്നു. ഇനി വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ OLX വഴി സാധനം മേടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അലേർട്ട് ആവുക. ഞാൻ എന്നോട് തന്നെ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് അത്യാവശ്യം വരുമ്പോഴേക്കും ഞാൻ ഓൺലൈനിൽ സാധനം മേടിക്കുന്ന ഒരാളാണ്. അപ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലുമാണ്. നമ്മൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ശരിക്കും ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കാറില്ല. കൊണ്ടുവരുന്ന ആരാണോ അവൻ്റെ കയ്യിൽ കാശ് കൊടുക്കും എന്നുള്ള ലെവലിലാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം 1 വീണു, 2 വീണു, 3 വീണു, ഇനിയും വീണാൽ ഞാൻ എണ്ണത്തിനെ കുറ്റം പറയേണ്ടി വരും. ഓക്കെ, ആദ്യത്തെ അബദ്ധം എന്ന് പറയാം, രണ്ടാമത്തത് മിസ്റ്റേക്ക് എന്ന് പറയാം, മൂന്നാമത്തത് മണ്ടത്തരം എന്ന് പറയാം. ഓക്കെ, ഇനിയും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ എന്ത് പേരിട്ട് വിളിക്കേണ്ടി വരും എന്നുള്ളത് എനിക്കെന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി മാത്രമാണ്. അത് കൊണ്ടുവന്നാൽ അപ്പോൾ കാശ് കൊടുക്കും, എന്ത് സാധനമാണെങ്കിലും. അല്ലാണ്ട് ഓൺലൈൻ പർച്ചേസ് ഇല്ല ഇപ്പോൾ. ഓൺലൈൻ പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാറേ ഇല്ല. ബാക്കി അത്തരത്തിലാണ് അവൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണത്. ഈ ഒരു ഫോട്ടോ ഗേൾ ഫ്രണ്ടായിട്ട് പോയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് ശരിക്കും അത്തരത്തിൽ ആ ഒരു ഷോറൂമുകാരുടെ ഭാഗത്ത് നിന്ന് ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിന് ശേഷം, അതായത് അത് മാത്രമാണ് ഒരു തുമ്പായിട്ടുള്ളത്, ഇവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇവ 45,000, 55,000, 65,000, 75,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇവൻ സ്കാം ചെയ്യുന്നുണ്ട്. സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളും ചെയ്യും, മറ്റൊന്നും ചെയ്യും. പോലീസ് വിചാരിച്ചാൽ എന്തായാലും ചെയ്യാൻ പറ്റും. പക്ഷെ അവരത് വിചാരിക്കണമെങ്കിൽ ചെല്ലേണ്ട കോളുകൾ പോകണം. ചെയ്യില്ലെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് തന്നെ ഈ 3 കേസുകളിൽ ഒരു കേസിൽ പോലീസ് ഇടപെട്ടു. ഞാൻ സൈബറിൽ കംപ്ലയിൻറ്റ് പറഞ്ഞ് അവരിടപെട്ട് ആ പൈസ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഫണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല, പക്ഷേ ഫണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിനി എന്ത് ചെയ്യണം? മറ്റേ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് അതുവഴി വാങ്ങണം. അതേ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പൈസ പോയിട്ടില്ല, പൈസ ബ്ലോക്ക്ഡ് ആണ്. എനിക്കുമില്ല അവനും ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. 3-ൽ 1 കേസ്, ബാക്കി 2 കേസ് ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും അരുണിൻ്റെ 1,20,000 രൂപയാണ് പോയത്. അങ്ങനെ 75ഓളം പേരുടെയാണ് ഇപ്പോൾ ഇവർക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇനി എത്രയോ പേരുകൾ വരാനുണ്ടാവും.
അപ്പോൾ നമുക്ക് ആർക്കും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് വീഡിയോ എത്തും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.